സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോയത് താനല്ല, MP എന്ന നിലയിൽ ഒപ്പം പോയി എന്നത് സത്യമാണ്. അദ്ദേഹം കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നില്ല. സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഫോട്ടോ എടുക്കുന്നത് സാധാരണമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സനിസ, പോറ്റിക്കൊപ്പമുള്ള ചിത്രമാണ് ഇരു മുന്നണികളും പരസ്പരം ആയുധമാക്കുന്നത്. UDF കൺവീനറിന്റെ മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്താണ്? ജിന, ഇന്നലെ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് എം പി ഈ പോറ്റിയും ഗോവർദ്ധനും ഒപ്പമുള്ള സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രയോഗിക്കുന്നത്. അതിനാണ് ഇന്ന് അടൂർ പ്രകാശ് MP മറുപടി നൽകിയിരിക്കുന്നത്. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നാണ് അടൂർ പ്രകാശ് MP ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. പോറ്റിയും മുഖ്യമന്ത്രിയുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾക്ക് ചിത്രങ്ങൾ ഉണ്ടെന്നും അടൂർ പ്രകാശ് MP പറയുന്നു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കൊള്ളയാണോ ചെവിയിൽ പറഞ്ഞത് എന്നതടക്കമുള്ള ആക്ഷേപത്തോടു കൂടിയായിരുന്നു അടൂർ പ്രകാശ് MPയുടെ പ്രതികരണം. ഇതിൽ പോറ്റിയുമായിട്ടുള്ള തനിക്കുള്ള ബന്ധം അടൂർ പ്രകാശ് MP ആണോ ഇത്തരത്തിൽ സോണിയാഗാന്ധിയുമായി പോറ്റിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇതിനാണ് ഇതിൽ ഏറ്റവും പ്രതികരണത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് യാദൃശ്ചികമായി പോറ്റിയെ പരിചയപ്പെടുന്നത് എന്നാണ് അടൂർ പ്രകാശ് MP പറയുന്നത്. കൂടാതെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ സംസാരിച്ചില്ല. പോറ്റി ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് സ്വയം പരിചയപ്പെടുത്തിയത്. അത്തരത്തിൽ സാമൂഹിക കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിലെ ഇടതുപക്ഷ MLA ആയിട്ടുള്ള അംബിക അടക്കമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തതായിട്ടും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കാട്ടുകള്ളനാണെന്ന് താൻ അറിഞ്ഞെങ്കിൽ താൻ ഇത്തരത്തിൽ അയാളുമായി ഒരു ബന്ധം സ്ഥാപിക്കില്ലായിരുന്നു എന്നും അടൂർ പ്രകാശ് MP പറയുന്നുണ്ട്. കൂടാതെ തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ താനല്ല അപ്പോയിന്റ്മെന്റ് എടുത്തത്. ഒരു MP എന്ന നിലയിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം താൻ വിളിച്ചപ്പോൾ ക്ഷണിച്ചപ്പോൾ പോയി എന്ന് മാത്രമാണ് ഇത്തരത്തിൽ അടൂർ പ്രകാശ് MP പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വളരെ സുരക്ഷ കാര്യങ്ങളോടുകൂടി കഴിയുന്ന ഒരാളാണ് സോണിയാഗാന്ധി. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പോറ്റിയെ പോലെ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുക എന്ന ചോദ്യം അപ്പോഴും ഇവിടെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുകയാണ് അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിയുടെ ആരോപണം തള്ളുകയാണ്. സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിച്ചത് താനല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്നാണ് തന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒരു കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കില്ലായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. വിശദാംശങ്ങളാണ് സനിസ ശോഭാ ചന്ദ്രൻ നൽകിയത്.